സ്വർണ്ണപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തെളിവുകൾ കത്തിച്ചതായി, നശിപ്പിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു മുന്നോട്ടുള്ള അന്വേഷണം വഴിമുട്ടിയോ? 10 ദിവസം എന്തിനാണ് കൊടുത്തത്? കയ്യിൽ കിട്ടിയിട്ട് 10 ദിവസം കൊടുത്തല്ലോ. ഈ 10 ദിവസം കൊണ്ട് തെളിവ് നശിപ്പിക്കാൻ സാധിക്കില്ലേ? ഏതായാലും ഇത് കേസാവുമെന്ന് കണ്ട സമയത്ത് തന്നെ ഇപ്പോൾ തെളിവ് കത്തിച്ചതായി കണ്ടെത്തി. അതെ, കത്തിച്ചതായി കണ്ടെത്തി. അപ്പം മറ്റത് കണ്ടെത്തിയില്ലല്ലോ, കത്തിച്ചതായിട്ട് കണ്ടെത്തി. അതുമാത്രമല്ല, അതിൻ്റെ തൂക്കത്തിലൊക്കെ വ്യത്യാസം. ഞാനൊന്നും എടുത്തിട്ടില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഞാൻ എടുത്തിട്ടില്ല, ഞാൻ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുത്തു. ഇങ്ങനെ പലതരം കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർക്കാണ് മറ്റുള്ളവർ? ഈ വീതിച്ചു കൊടുത്തവന്മാരാരൊക്കെ? ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രം ഇതെന്തിനും ഇവർ ഫോക്കസ് ചെയ്യണം? ഇപ്പോൾ ശരിയായിരിക്കാം, കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രം എന്നുള്ള ഒരിതിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ? അതിൽ വേറൊരു അജണ്ടയും കൂടി ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആളുകളെ പോറ്റുന്ന പോറ്റിയല്ല, അയാൾക്കൊരു സമുദായമുണ്ട്. ആ സമുദായത്തിനെ മുഴുവൻ കരിവാരിത്തേക്കത്തക്ക രീതിയിൽ ഉള്ളൊരു അജണ്ട കൂടി അതിൻ്റെ പിന്നിലുണ്ടാകാമല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് മോഷ്ടാവ് എന്നുണ്ടെങ്കിൽ സർവ്വക്ഷേത്രങ്ങളിലെയും മോഷ്ടാക്കൾ പോറ്റിമാരാണെന്നും കൂടി വരച്ചു തീർക്കാൻ ചിലപ്പോൾ ഒരു പരിശ്രമം ഉണ്ടാകാം. അതും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ബുദ്ധി എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. ഇത്തരം ആൾക്കാരെ മുഴുവൻ കരിവാരിത്തേക്കുള്ള ശ്രമങ്ങളാണ് കുറേ കാലങ്ങളായിട്ട് നടന്നിരുന്നത്. അപ്പോൾ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ കള്ളത്തരം മുഴുവൻ ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിരിക്കില്ല. അപ്പോൾ തെളിവ് നശിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് ഈ ബുദ്ധി എവിടുന്ന് ഉപദേശിച്ചു? ഇതിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങൾ ഏതാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തെളിവ് നശിപ്പിക്കാനുള്ള മുഴുവൻ ബുദ്ധി ഉണ്ടായിക്കൊള്ളല്ല. കത്തിച്ചു എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് കത്തിച്ചത്? അയാളുടെ കയ്യിൽ നിന്ന് രേഖകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. ആ രേഖകൾ അതും തെളിവ് നശിപ്പിക്കാനുള്ളതായിരിക്കാമല്ല. ആ രേഖകളും റിയൽ എസ്റ്റേറ്റിൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ കിട്ടി, അതിൽ ആധാരങ്ങൾ കിട്ടി എന്ന് പറയപ്പെടുന്നു. കുറച്ച് ആഭരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആഭരണങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് എൻ്റെ നേരത്തെ ഉണ്ടായിരുന്നതാണെന്നാണല്ലോ, ഇവിടെ ഉള്ളതാണ്, ക്ഷേത്രങ്ങളിലത്തെ അല്ല. അപ്പോൾ അത് പരിപൂർണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല ആ കാര്യമാണെങ്കിൽ. ഈ തെളിവുകളും രേഖകളും കത്തിച്ചതായി കണ്ടെത്തിയ ഒരു അവസരത്തിൽ അപ്പോൾ ഇനി അത് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറിയാലും ഈ പ്രാഥമികമായ തെളിവുകളില്ലാതെ ഒരു കേസും മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. പ്രാഥമികമായുള്ള തെളിവുകൾ അവർ കൊടുത്താൽ അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടേ അന്വേഷിക്കാൻ പറ്റുള്ളൂ കേന്ദ്ര ഏജൻസിക്ക്. അപ്പം അത് തെളിയിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള എന്താ നടപടി എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. മറ്റുള്ള ആൾക്കാരെ കൂടിയിട്ട് ഇതിൽ ചോദ്യം ചെയ്തേ പറ്റൂ. കാര്യം ചോദ്യം ചെയ്താൽ പോരാ, കർശനമായിട്ട് ചോദ്യം ചെയ്യണം. തെളിവുകൾ കിട്ടത്തക്ക രീതിയിൽ ചോദ്യം ചെയ്യണം. അത്തരം ചോദ്യങ്ങൾ, ഞാൻ അതിൽ മർദ്ദനമുറ എന്നൊന്നും പറയുന്നില്ല. ചിലപ്പം തെളിവ് കിട്ടത്തക്ക രീതിയിൽ ചോദ്യം ചെയ്ത് പറയുമ്പോൾ ഒരു ചോദ്യം തിരിച്ചു പറയാം, മർദ്ദനമുറകൾ വേണോ എന്നുള്ളത്. അല്ലാത്ത ശാസ്ത്രീയമായുള്ള പല കാര്യങ്ങളുണ്ടല്ലോ ചോദ്യം ചെയ്യാൻ. ശാസ്ത്രീയമായ രീതി ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള പ്രസിഡന്റുമാരും ഉദ്യോഗസ്ഥന്മാരും അടക്കമുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യണം. കഴിഞ്ഞ 10 വർഷമായിട്ട്. അതിന് മുമ്പ് വേറെ നടന്നിട്ടുണ്ടാകാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10 വർഷമായിട്ടുള്ള ആൾക്കാർ, അത് പ്രസിഡന്റ് അടക്കം, ആ സമയത്താണ് മന്ത്രിമാർക്ക് ഇപ്പം നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്ന് പറഞ്ഞ ആൾക്കാർ മന്ത്രിമാരായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിക്കുന്നതുമൊക്കെയുള്ള തെളിവുകൾ വന്നിട്ടുണ്ടല്ലോ. ഫോട്ടോ കാര്യങ്ങളൊക്കെ ജനമധ്യത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ അറിയില്ല, കണ്ടില്ല എന്നാണ് ഒരു മന്ത്രിയായിരുന്ന ആൾ പറഞ്ഞത്. എനിക്കാളെ അറിഞ്ഞൂടാ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ആരൊക്കെയാണ് ഈ തെളിവ് നശിപ്പിക്കാനുള്ള ആൾക്കാർ? ഈ അഭിഭാഷകൻ ആരാണ്? അതും കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ആരാണ് അഭിഭാഷകൻ? അഭിഭാഷകൻ ആർക്കും ആകാം, ഏത് അഭിഭാഷകർക്കും ഏത് പ്രതിക്ക് ആകാം അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക്. പക്ഷേ ഈ അഭിഭാഷകനെ ഏർപ്പാട് ചെയ്ത് കൊടുത്തതാര്? അന്വേഷിക്കേണ്ട ഭാഗമാണ് അതും. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കിട്ടിയ തെളിവുകൾ കിട്ടിയെന്ന് പറയപ്പെടുന്ന തെളിവുകൾ, നശിപ്പിച്ച തെളിവുകൾ എന്തെല്ലാം ഏതായാലും മനസ്സിലാക്കി. അതിനാണ് ആദ്യം നശിപ്പിച്ചത്. തെളിവുകൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വേറെ അന്വേഷണം വഴി മാറ്റിവിടാം. അതും ചെയ്യാം. രേഖപ്പെടുത്താമല്ലോ, തെളിവുകൾ നശിപ്പിച്ചു, അത് കോടതിയിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊരു വിശദമായിട്ടുള്ള ഒരു അന്വേഷണം
നടത്തണമെങ്കിൽ ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നടത്താൻ ഇനി സാധിക്കില്ല, ഈ നശിപ്പിച്ച തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ പുതിയ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. അതിനൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് മാറി വിശാലമായുള്ളൊരു അന്വേഷണം തന്നെ ഇതിൻ്റെ പിന്നിലുണ്ടാകണം. പക്ഷേ ഈ പ്രതിപക്ഷ പാർട്ടികളും അതോടൊപ്പം തന്നെ ഹിന്ദു സംഘടനകൾ ഇതിൽ മൗനത്തിലാണ്. പ്രതിപക്ഷ പാർട്ടികൾ മൗനത്തിലാകുമല്ലോ സ്വാഭാവികമായും. അവരുടെ റോള് കഴിഞ്ഞു. ഇപ്പം അവർക്ക് വോട്ടാണ് വേണ്ടിയിരുന്നത്, അതനുസരിച്ച് അവർ മുമ്പോട്ട് പോയി. ഹിന്ദു സംഘടനകൾ കാര്യമായിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നിൽ എന്ന് പറഞ്ഞാൽ സമരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി ആ സമരത്തിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൺമുന്നിൽ വെട്ടിപ്പ് നടന്നതായി തെളിഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ വലിയ പ്രതികരണങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ഇനി അതിനെ സംബന്ധിച്ച് പ്രതികരണം വരാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. ഹിന്ദു സംഘടനകളുടെ പ്രതികരണം വരാൻ പോകുന്നതേ ഉള്ളൂ. അവരേതായാലും എത്ര പോകണമെങ്കിലും ഹിന്ദു സംഘടനകൾ കേരളത്തിൽ ശക്തമാണെന്ന് അവകാശപ്പെടുകയാണ്. അപ്പോൾ ഇത്രയും വലിയ തട്ടിപ്പും വെട്ടിപ്പും നടന്നിട്ട് എന്തുകൊണ്ട് അറിഞ്ഞില്ല? അറിയാതിരിക്കാൻ ആ ഓഫീസുമായിട്ട് ബന്ധം ഉണ്ടാവില്ല, അതൊക്കെയാണ് കാരണം. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അറിയേണ്ടതാണ് ശരിക്ക്. ഹിന്ദു സംഘടനകൾ ശക്തമാണെങ്കിൽ ഈ സംഗതി അറിയേണ്ടതാണ് എന്നുള്ള നിങ്ങളുടെ വാദത്തെ ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. പക്ഷേ ഹിന്ദു സംഘടനകൾ കുറച്ച് നാളുകളായി തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നതിന് ശേഷം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹിന്ദു സംഘടനകൾ വളരെ ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു ഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഈ 2019 കാലഘട്ടത്തിൽ നമുക്കറിയാം ആ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും പ്രതിസന്ധികളും നടക്കുന്ന ഒരു സമയത്ത് പോലും ഇങ്ങനൊരു വെട്ടിപ്പും തട്ടിപ്പും നടന്നു. ആ തട്ടിപ്പും വീണ്ടും അദ്ദേഹത്തിന് നൽകാൻ വേണ്ടി ഇടക്കാലത്തും തീരുമാനം ഉണ്ടായിട്ടുണ്ടല്ലോ, ഈ സ്വർണ്ണപ്പാളി. അതെ. അപ്പോൾ അത് തെറ്റാണ്, ആ ചിന്ത തെറ്റാണ്. അവരങ്ങനെ തീരുമാനത്തിന് വന്നത് തെറ്റാണ്. അല്ല, അത് എന്തുകൊണ്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല? അറിയാനുള്ള ചിലപ്പം അവിടെ അതിനുള്ള പദ്ധതി ഉണ്ടാവില്ല. അറിയാനുള്ള പദ്ധതി അതിനുണ്ടാവില്ല. അതിനെക്കുറിച്ച് കുറച്ച് ശ്രദ്ധ കുറവുണ്ടാകാം. ശ്രദ്ധയാണ് വേണ്ടത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ശരീരം മുഴുവൻ കണ്ണായിരിക്കണം ഒരു ഹിന്ദു സംഘടനാ പ്രവർത്തകന് എന്നുള്ളത്. ശരീരം മുഴുവൻ കണ്ണായിരിക്കണം, എന്നാലേ ഹിന്ദു സംഘടനാ പ്രവർത്തനം സംഘടനയ്ക്കുള്ളിൽ നിന്ന് കൊണ്ട് നടത്താൻ സാധിക്കൂ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകന്. അപ്പം അതിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അജ്ഞനാണ്, എനിക്കതിനെപ്പറ്റി അറിയില്ല സത്യം. അപ്പോൾ ഇനി എന്തായിരിക്കും ഭാവിയിൽ ഹിന്ദു സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നത്? ഹിന്ദു സംഘടനകൾ ശക്തമായ സമരമുറകളുമായി മുന്നോട്ട് പോകുന്നവർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതറ്റം വരെ വേണമെങ്കിലും പോകുന്നുള്ളത് ഹിന്ദു സംഘടന നേതാക്കന്മാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതീക്ഷിക്കാം നമുക്ക് ആ നിലയ്ക്ക് തന്നെ. അല്ല, കേന്ദ്ര ഏജൻസികൾ വരാതെ ഒരു തുടർച്ചയായ ഒരു മികച്ചൊരു അന്വേഷണം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ കേന്ദ്ര ഏജൻസികൾ വന്നേ പറ്റൂ. അന്വേഷണം ആ നിലയ്ക്ക് പോയാൽ ഇത് തെളിയിക്കാൻ പറ്റൂ. കോടതിയാണ് ആക്കിയതെങ്കിൽ പോലും പോലീസ് ഇവിടുത്തേതാണ്. സ്വാഭാവികമായിട്ടും കേന്ദ്ര ഏജൻസി തന്നെ വന്ന് അന്വേഷിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതായിരിക്കാം ഹിന്ദു സംഘടന നേതാക്കന്മാരുടെ അഭിപ്രായം. എനിക്ക് തോന്നുന്നു ആ നിലയ്ക്ക് ഇപ്പോൾ സന്യാസിമാരുടെ യാത്രയൊക്കെ ഇന്നത്തോടുകൂടി കഴിയും, നാളത്തോടു കൂടിയിട്ട്. അതിനുശേഷം അവർ കാര്യമായിട്ട് അതിനുള്ള സന്യാസിമാരും ഹിന്ദു സംഘടന നേതാക്കന്മാരും എല്ലാവരും കൂടി ഇരുന്നിട്ട് അതിനെക്കുറിച്ച് കാര്യമായുള്ള ചിന്തയും കാര്യമായുള്ള ശ്രമവും നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ പിടിക്കപ്പെടേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടല്ലോ. കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ ഒരു മന്ത്രം പോലെ പോവുകയാണ്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിലല്ല നിൽക്കേണ്ടത്. ഇതിന് വിശാലമായ അന്വേഷണം നടത്താൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു പിന്തുണ ലഭിക്കുന്നുണ്ടോ? പിന്തുണ ഉണ്ടാവില്ല. അല്ല, ഈ അന്വേഷണ സംഘത്തിന് കൃത്യമായുള്ള പിന്തുണ ഉണ്ടാവില്ല. ആ നിലയ്ക്കുള്ള അനുകൂലമായുള്ള പിന്തുണ ആയിരിക്കില്ല. സർക്കാരിന് അനുകൂലമായുള്ള പിന്തുണയായിരിക്കും കൊടുക്കുന്നത്. സർക്കാരിന് അനുകൂലമാക്കി തീർക്കാനുള്ള പിന്തുണ, അല്ലാതെ അന്വേഷണ സംഘത്തിന് യഥാർത്ഥ അന്വേഷണം മുന്നോട്ട് കൊണ്ടുള്ള പിന്തുണ ഉണ്ടാകാൻ വഴിയില്ല. അതാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ആവർത്തിച്ച് അതിൽ നിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.